الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 15-ാമത്തെ ആയത്ത് സ്വർഗ്ഗവുമായി ബന്ധപ്പെട്ട അവതരിച്ച ആയത്താണ്. ഖുൽ ഔനബ്ബിഉകും, ഖുൽ നബിയേ തങ്ങൾ പറയൂ, ഔനബ്ബിഉകും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിഖൈരിൻ മിൻ ദാലികും അതിനേക്കാൾ ഉത്തമമായത് എന്ന് മുന്നായത്തിൽ വിശദീകരിച്ചതുപോലെ ഐഹിക ദുനിയാവിന്റെ പ്രൗഢി, അതിന്റെ സമ്പത്ത്, അതിനേക്കാൾ ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ഇല്ലദീനത്തഖും സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, അതായത് ഭയഭക്തർക്ക്, ഇന്ദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ, ജന്നാത്തുൻ തജ്രി, ജന്നാത്തുൻ സ്വർഗം, തജ്രി ഒഴുകുന്നു, മിൻ തഹ്തിഹാ ആ സ്വർഗത്തിന്റെ താഴ്ഭാഗത്തുകൂടി, അൻഹാറുൻ വിവിധ തരത്തിലുള്ള പുഴകൾ ഒഴുകുന്നു, ഖാലിദീന ഫീഹാ ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും. ഈ രൂപത്തിലുള്ള വിശദീകരണമാണ് അള്ളാഹു സ്വർഗത്തെപ്പറ്റി നമുക്ക് നൽകുന്നു. നാം ഒരുപാട് ചിന്തിച്ച് വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാകുന്നു അത്. വഅസ്വാജും മുത്തഹ്ഹറ പരിശുദ്ധരായ ഇണകളും ആ സ്വർഗത്തിൽ അവർക്കുണ്ടായിരിക്കും. വരിദ്വാനും മിനല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയും അവർക്കുണ്ടായിരിക്കും. അള്ളാഹുവിൽ നിന്നുള്ള അങ്ങേയറ്റത്തെ തൃപ്തി, പ്രീതി അവർക്കുണ്ടായിരിക്കും. അത് മാത്രമല്ല, വല്ലാഹു ബസീറും ബിൽ ഇബാദ് അല്ലാഹു സുബ്ഹാനഹു തആല ബസീറും കണ്ടറിയുന്നവനാണ്, ബിൽ ഇബാദ് അവന്റെ അടിമകളെ, അവന്റെ അടിമകളെ അല്ലാഹു സുബ്ഹാനഹു തആല കണ്ടറിയുന്നവൻ തന്നെ. ഈ ദുനിയാവിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, സൂക്ഷ്മത പാലിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസൃതമായ വിശ്വാസം ദൃഢപ്പെടുത്തി അതനുസൃതമായ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്ന മുഅ്മിനിനെ പറ്റി നല്ല അറിവല്ലാക്കുണ്ട്. അവന്റെ പ്രവർത്തനങ്ങൾ അവൻ ഒരിക്കലും പാഴാക്കി കളയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് മാത്രമല്ല, വമ്പിച്ചതായ ഒരു പ്രതിഫലം അവന് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അതാണ് അല്ലാഹു പറയുന്നത്, വല്ലാഹു ബസീറും ബിൽ ഇബാദ് അവന്റെ അടിമകളെ കുറിച്ച് അല്ലാഹു കൃത്യമായി കണ്ടറിയുന്നവൻ തന്നെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ശാശ്വതമായ സ്വർഗമാണ് ആ വിജയികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. ആ മുത്തക്കീങ്ങൾക്ക് വേണ്ടി അത്തരം മുത്തക്കീകൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നിന്ന് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.